ഈശോയുടെ ധന്യനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സഭയുടെ അടിസ്ഥാന സുവിശേഷ പ്രഘോഷണം എന്ന ദൗത്യത്തിൽ പങ്കുചേർന്നിരിക്കുന്ന മിസ്യോ ടീമിൻ്റെ മുഖപത്രമായ മിസ്യോ വൈബ്സിൻ്റെ ലക്കം 52 വായനയിലേക്ക് കേൾവിയിലേക്കും ഏവർക്കും സ്വാഗതം. മിസ്യോ ടീമിൻ്റെ ആത്മീയ ഉപദേഷ്ടാവ് ഡോക്ടർ റവറൻ അഗസ്റ്റിൻ മുണ്ടിയത്ത് CMF രചിച്ച മുഖക്കുറി ലേഖനം കൃപയും സത്യവും നിറഞ്ഞ ഏകജാതൻ്റെ മഹത്വം എന്ന ശീർഷകത്തിലാണ്. ദൈവം തൻ്റെ പുത്രനെ അയച്ചു. കാലത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. നമ്മൾ ദത്തുപുത്ര സ്ഥാനം സ്വീകരിക്കേണ്ടതിന് നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കാൻ വേണ്ടിയായിരുന്നു ഇത്. ഗലാത്യൻസ് ചാപ്റ്റർ 4:4-5. ഇതാ ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം. ദൈവം തൻ്റെ ജനതയെ സന്ദർശിച്ചിരിക്കുന്നു. അബ്രഹത്തോടും സന്തതികളോടും ചെയ്തിരുന്ന വാഗ്ദാനം അവിടുന്ന് നിറവേറ്റി. എല്ലാ പ്രതീക്ഷകൾക്കും അതീതമായി അവിടുന്ന് പ്രവർത്തിച്ചു. സ്വന്തം പ്രിയപുത്രനെ അവിടുന്ന് അയച്ചു. മർക്കോസിന്റെ സുവിശേഷം അധ്യായം 1:11. നമ്മൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. നസറത്തിൽ നിന്നുള്ള യേശു ഒരു ഇസ്രായേൽ പുത്രിയിൽ നിന്ന് യഹൂദനായി ബത്ലഹേമിൽ ജനിച്ചു. മഹാനായ ഹെറോദസിൻ്റെയും അഗസ്റ്റസ് സീസർ 1 ചക്രവർത്തിയുടെയും ഭരണകാലത്താണിത്. അവിടുന്ന് ദൈവത്തിൽ നിന്ന് വന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി, ശരീരം ധരിച്ചു വന്നു. എന്തെന്നാൽ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാമെല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ആദ്യമുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങൾ അത് കണ്ടു, അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. പിതാവിനോടുകൂടെ ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുമായി നിങ്ങൾക്കും കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങൾ ഇത് പ്രഘോഷിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാണ്. ഞങ്ങൾ ഇതെഴുതുന്നത് ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനാണ്. മനുഷ്യാവതാരം ചെയ്ത വചനമാകുന്ന മനുഷ്യപുത്രന്റെ അത്ഭുതാവഹമായ ദൈവരഹസ്യം അവിടുത്തെ സ്നേഹത്തടങ്കലിലായിരുന്ന യോഹന്നാൻ അപ്പസ്തോലൻ ശരിയാവണ്ണം മനസ്സിലാക്കിയിരുന്നു. ഈ അപ്പസ്തോലൻ തിരുവത്താഴ വേളയിൽ യേശുവിൻ്റെ നെഞ്ചിൽ ചാരിക്കിടന്ന സംഭവം യേശുവുമായുള്ള ആ വിശുദ്ധൻ്റെ അഗാധ സ്നേഹബന്ധത്തിൻ്റെ തെളിവാണ്. തൻ്റെ ഗുരുവും കർത്താവുമായ ക്രിസ്തുവിൻ്റെ ഹൃദയാന്തരാളത്തിലെ രക്ഷാകര മാന്ത്രിക രഹസ്യം യോഹന്നാൻ ചോർത്തിയെടുത്തു എന്നു തന്നെ പറയാം. അതിനാലായിരിക്കാം സുവിശേഷകൻ കൂടിയായ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ വരികളിൽ തന്നെ ആ രഹസ്യം ശക്തവും എന്നാൽ ആർക്കും മനസ്സിലാക്കാവുന്നതും ലളിതവുമായ ഭാഷയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. അനുഭവത്തിൻ്റെ ആധികാരികതയിൽ യോഹന്നാൻ പ്രഘോഷിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിനു കഴിഞ്ഞില്ല. യോഹന്നാന്റെ സുവിശേഷം അധ്യായം 1:1-5 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ ഉൾപ്രേരണയാൽ മേൽപ്പറഞ്ഞ ഹ്രസ്വ വചനങ്ങളിലൂടെ വചനമാകുന്ന ദൈവത്തിൻ്റെ ഭൗമിക രക്ഷാകര ദൗത്യം ലോകത്തിന് വെളിപ്പെടുത്തുകയാണ് സുവിശേഷകൻ ചെയ്തിരിക്കുന്നത്. ജീവനും വെളിച്ചവുമാകുന്ന മനുഷ്യപുത്രൻ നൽകുന്ന ജീവനും പ്രകാശവും ഒരന്ധകാര ശക്തിക്കും ഒരു കാലത്തും നശിപ്പിക്കുവാൻ സാധ്യമല്ലെന്ന് യോഹന്നാൻ ഉറപ്പിച്ചു പ്രഖ്യാപിക്കുകയാണ്. സമ്പൂർണ്ണ വിശുദ്ധിയുടെ ഉറവിടമായ പിതാവിൻ്റെ പരിപൂർണതയിൽ ഐക്യമുള്ള മനുഷ്യപുത്രനും സർവപൂർണതകളാലും നിറഞ്ഞിരിക്കുന്നു. ലോകത്തിലെ എല്ലാ മനുഷ്യരും പാപികളായതിനാൽ സമ്പൂർണ്ണ വിശുദ്ധവും എല്ലാ വിശുദ്ധിയുടെയും ഉറവിടവുമായ വചനത്തിന് ജന്മം നൽകി മനുഷ്യപുത്രനായി അവതരിപ്പിക്കുവാൻ ഭൂലോകത്തിലെ ഒറ്റ സ്ത്രീക്കും യോഗ്യതയില്ല എന്ന വസ്തുത യുക്തിസഹജമാണ്. അതിനാൽ ദൈവപുത്രന് ജന്മം നൽകുവാൻ യോഗ്യതയുള്ള പാപരഹിതയായ ഒരു സ്ത്രീയെ ദൈവത്തിന് സജ്ജമാക്കേണ്ടിയിരുന്നു. സർവജ്ഞനായ ദൈവം തൻ്റെ രക്ഷാകര പദ്ധതിയുടെ അവിഭാജ്യ ഘടകമായ പ്രഭ്വി അഥവാ രാജകുമാരി എന്നർത്ഥമുള്ള നന്മ നിറഞ്ഞ മറിയത്തെ തെരഞ്ഞെടുത്ത് ആ പരിശുദ്ധമായ ദൗത്യത്തിന് തയ്യാറാക്കി. തീക്ഷ്ണമായ ദൈവവിശ്വാസത്തിൽ ജീവിച്ചിരുന്ന ഭക്ത ദമ്പതികളായിരുന്നു യോവാക്കീമും ഹന്നയും. മറ്റെല്ലാവരെയും പോലെ ഇവരും ആദ്യ പാപത്തിന് അടിമകളായിരുന്നു. എന്നാൽ
ദൈവത്തിൻ്റെ അദൃശ്യവും അത്ഭുതാവഹവുമായ ഇടപെടലിൻ്റെ ഫലമായി ഇവർക്ക് ജനിച്ച മറിയം എന്ന പെൺകുഞ്ഞ് മാതാവായ ഹന്നയുടെ ഗർഭത്തിൽ രൂപം കൊണ്ട ക്ഷണത്തിൽ തന്നെ പാപരഹിതയായി അമലോത്ഭവയായി തീർന്നു. ഈ മഹാത്ഭുതം മറിയത്തിനും മാതാപിതാക്കൾക്കും അജ്ഞാതമായിരുന്നു. മറിയം അമലോത്ഭവയായി സൃഷ്ടിക്കപ്പെട്ടതോടുകൂടി വചനമാകുന്ന ദൈവപുത്രന് ജന്മം നൽകുവാനുള്ള അനുഗ്രഹവും ഉത്തരവാദിത്വവും മറിയത്തിൻ്റേത് മാത്രമായി തീർന്നു. എങ്കിലും ദൈവത്തിൻ്റെ തിരുമനസ് സ്വീകരിക്കുവാനോ തള്ളിക്കളയുവാനോ ഉള്ള പരിപൂർണ സ്വാതന്ത്ര്യം മറിയത്തിനുണ്ടായിരുന്നു. പാപരഹിതയായ മറിയം തന്നിലെ ദൈവ സാന്നിധ്യത്തിൻ്റെ ജീവനും വെളിച്ചവും ആവോളം തൻ്റെ കുട്ടിക്കാലത്തും കൗമാരത്തിലും ആസ്വദിച്ചാഘോഷിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി തീർന്ന സുന്ദരിയും സുശീലയും സ്നേഹത്തിൻ്റെയും എളിമയുടെയും നിറകുടവുമായ പെൺകുട്ടി വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കണ്ണിലുണ്ണിയായി തീർന്നു. യൗസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും വിവാഹ വാഗ്ദാനത്തിൻ്റെയും വിവാഹത്തിൻ്റെയും ഇടവേളയിൽ ലോക ചരിത്രത്തിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രം സംഭവിച്ച അത്ഭുതാവഹവും ആശ്ചര്യജനകവുമായ ഒരു സംഭവമുണ്ടായി. ബുദ്ധിമാന്മാരിൽ അതിബുദ്ധിമാന്മാർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്തതായിരുന്നു ആ സംഭവം. മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത ദൈവിക ഇടപെടലായിരുന്നു അത്. അതിനെ രഹസ്യം അഥവാ മിസ്റ്ററി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത് മനുഷ്യ നന്മയ്ക്കായുള്ള ദൈവത്തിൻ്റെ പൈതൃകമായ സ്നേഹപ്രവൃത്തിയാണ്. ദൈവദാനമായി മനുഷ്യന് ലഭിച്ച ബുദ്ധിയും വിശ്വാസവും വിവേകത്തോടുകൂടി ഒന്നിച്ചുപയോഗിച്ചാൽ ഇത്തരം രഹസ്യങ്ങൾ മനുഷ്യന് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും അവന് കഴിയും. മറിയത്തിൻ്റെ അനുമതിയോടുകൂടെ വചനം അവളുടെ ഉദരത്തിൽ സ്ഥാനം പിടിച്ചു. വിശുദ്ധമായ ആ നിമിഷം മുതൽ യുഗങ്ങൾക്ക് മുമ്പേ ദൈവപിതാവ് വിഭാവനം ചെയ്തിരുന്ന മനുഷ്യവർഗത്തിൻ്റെ രക്ഷാകര പദ്ധതിക്ക് ശുഭാരംഭം കുറിച്ചു. ദേവപുത്രൻ തൻ്റെ ദൈവസ്വഭാവം മറച്ചുവെച്ച് പിതാവിൻ്റെ പൂർവ്വ പരിത്രാണ പദ്ധതി അനുസരിച്ച് മറിയത്തിൻ്റെ ഉദരത്തിൽ വെച്ച് മനുഷ്യ സ്വഭാവം കൂടി സ്വീകരിച്ച് വളർന്ന് മനുഷ്യപുത്രനായി ജനിച്ചു. ഒരൊറ്റ വ്യക്തിയായ മനുഷ്യപുത്രനിൽ ദൈവസ്വഭാവവും മനുഷ്യ സ്വഭാവവും അവയുടെ പൂർണ്ണതയിൽ സന്നിഹിതമായിരുന്നു. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ അറിയപ്പെടുന്നു. ക്രിസ്തുമസ് അതിൻ്റെ പുനരവതരണമാണ്. പുൽക്കൂട്ടിലെ ഉണ്ണിയേശു എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ലേഖനം പ്രൊഫസർ CC ആലിസ് ഊട്ടിയാൻറ്റി രചിച്ച അങ്ങയുടെ രാജ്യം വരണമേ എന്ന തലക്കെട്ടോടു കൂടിയിട്ടുള്ളതാണ്. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആദിയിൽ ദൈവം ആഗ്രഹിച്ച രീതിയിൽ ഈ ലോകം വീണ്ടും ആയിത്തീരണം എന്നാണല്ലോ അർത്ഥമാകുന്നത്. ഇല്ലായ്മയിൽ നിന്നും പ്രപഞ്ചത്തിന് രൂപം നൽകി ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ കൂട്ടായ്മയിൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവിക ജീവനും സ്വാതന്ത്ര്യവും നൽകി. ദൈവഹിതമനുസരിച്ച് പ്രപഞ്ചത്തെ പരിപാലിച്ചു വളർത്താൻ ദൈവം അവരെ ഭരമേൽപ്പിച്ചു. ദൈവത്തോട് കൂടെയുള്ള ജീവിതവും ജീവന്റെ സമൃദ്ധിയുമെല്ലാം അനുഭവിച്ച് സന്തോഷത്തോടെ പറുദീസായിൽ അവർ ജീവിച്ചു. അസൂയ പൂണ്ട സാത്താൻ അവരിൽ സംശയം കുത്തിവെച്ചു. വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചാൽ അവർ ദൈവത്തെപ്പോലെ ആകും എന്നുള്ള സാത്താൻ്റെ വാക്കുകൾ ദൈവം അസൂയാലുവാണെന്നും അവർ ദൈവത്തെപ്പോലെ ആകാതിരിക്കാനാണ് അത് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞതെന്നും അവരെ വിശ്വസിപ്പിച്ചു. ദൈവത്തെ ധിക്കരിച്ച് സാത്താനെ അനുസരിച്ച് അവർ സാത്താൻ്റെ അടിമത്തത്തിലായി. റോമാലേഖനം അധ്യായം 6:16 അവർക്കു ജനിക്കുന്ന മക്കളുമെല്ലാം അടിമത്തത്തിൽ പിറക്കാനിടയായി. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. സങ്കീർത്തനം 51:5. ദൈവിക ജീവൻ നഷ്ടപ്പെട്ട് മരണത്തിന് അവകാശികളായ മനുഷ്യവംശം തകർന്ന നിലയിൽ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ച് നിത്യനാശത്തിലാകാതിരിക്കാൻ കാരുണ്യവാനായ ദൈവം അവരെ പറുദീസായിൽ നിന്ന് പുറത്താക്കി. ഈ പാപാവസ്ഥയിൽ നിന്ന് രക്ഷിച്ച് മനുഷ്യർക്ക് ദൈവിക ജീവൻ നൽകാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിക്ക് മനുഷ്യൻ്റെ സഹകരണത്തിനായി കാത്തിരിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവപുത്രന്റെ മനുഷ്യാവതാരം നടക്കുന്നു. ആട്ടിടയന്മാരോടുള്ള ദൈവദൂതന്റെ അറിയിപ്പ്, സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു എന്നത് മനുഷ്യവംശത്തിനുള്ള ഏറ്റവും വലിയ സദ്വാർത്ത ആയിരുന്നു. മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗവാക്കുകളാകുന്നത് പോലെ അവനും അവയിൽ ഭാഗവാക്കായി. അത് മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ്. ഹെബ്രായ ലേഖനം അധ്യായം 3:14-15 തിരുവചനങ്ങൾ.
താൻ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണെന്ന് നസ്രത്തിലെ സിനഗോഗിൽ അവിടുന്ന് പ്രഖ്യാപിച്ചു. ലൂക്കാ സുവിശേഷം 4:18-19-21 വാക്യങ്ങൾ. തൻ്റെ ജീവിതത്തിലൂടെയും അടയാളങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും അത് വ്യക്തമാക്കി. പാപത്തിന്റെ വേദനമായ മരണം, നീതിരഹിതർക്കു വേണ്ടിയുള്ള നീതിമാന്റെ മരണം 1 പത്രോസ് 3:18 സ്വീകരിച്ച് മനുഷ്യരക്ഷ സാധിച്ചു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. 1 യോഹന്നാൻ 2:2. ഈ രക്ഷ ഇന്നു നാം ഓരോരുത്തരും സ്വന്തമാക്കണം. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. റോമ 8:1. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും. റോമാലേഖനം 10:9. എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം നമ്മുടെ പ്രത്യുത്തരത്തിനായി ധൂർത്തപുത്രന്റെ മടങ്ങി വരവിനായി കാത്തിരിക്കുന്ന പിതാവിനെ പോലെ വിരുന്നൊരുക്കി കാത്തിരിക്കുകയാണ്. പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് എളിമയോടെ ആബാ പിതാവേ എന്ന് വിളിച്ച് ആ കരങ്ങളിൽ അർപ്പിച്ച് ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടാവകാശികളുമായി സകലരും സഹോദരരും ഭൂമി നമ്മുടെ പൊതുഭവനവുമായി തിരിച്ചറിയുന്നതിന് അവിടുത്തെ സൗജന്യ ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വീകരിക്കാം. സകലവും പങ്കുവെച്ച് കൂട്ടായ്മയായി ജീവിച്ചുകൊണ്ട് എല്ലാവരെയും രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാനായി ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും ഈ സുവിശേഷം എത്തിക്കുന്നതിന് നമുക്ക് അർപ്പിതരാകാം. മർക്കോസിന്റെ സുവിശേഷം 16:15 ക്രിസ്തുനാഥൻ തിരുസഭയെ ഏൽപ്പിച്ച ഈ ദൗത്യത്തിൽ നമുക്ക് സജീവ പങ്കാളികളാകാം. അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് നൽകപ്പെടും എന്ന് ഉറപ്പു ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾക്കായി അധ്വാനിക്കാതെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യത്തിൽ വ്യാപൃതരാകാം. ക്രിസ്തുവിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കൂട്ടായ്മയിൽ വളർന്നുകൊണ്ട് അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം നിറവേറണമേ എന്ന പ്രാർത്ഥനയോടെ സുവിശേഷമായിക്കൊണ്ട് സുവിശേഷമേകാൻ നമുക്ക് തയ്യാറാകാം. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ച പരിശുദ്ധ അമ്മയോടൊപ്പം ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അലിസാൻഡിയുടെ ലേഖനം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തതായി ടോമിച്ചൻ പുല്ലൻകാവുങ്കൽ രചിച്ച പുതുക്കം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന ലേഖനമാണ്. പുതുവർഷത്തിൻ്റെ പുലരിയിൽ നാം എത്തി നിൽക്കുന്നു. സർവ്വതും പുതുക്കത്തിനായി ഒരുങ്ങുന്നു. പുതിയ ചിന്തകൾ, പുതിയ തീരുമാനങ്ങൾ, ദൃഢപ്രതിജ്ഞകൾ, അങ്ങനെ പോകുന്നു നമ്മുടെ പുതുവർഷത്തിൻ്റെ ആരംഭം. അല്പം കഴിഞ്ഞാൽ എല്ലാം പഴയതുപോലെ ആകുമോ? ഈശോ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. മർക്കോസിന്റെ സുവിശേഷം 1:15 ഇതൊരു പുതുക്കത്തിൻ്റെ ആഹ്വാനമായിരുന്നു. ലോകരാജ്യവും അതിൻ്റെ നശ്വരമായ സുഖ ദുഃഖ സന്തോഷ സമ്മിശ്രമായ വിരക്തിയും അനുഭവിച്ച് മതിമറന്ന ഒരു ജനത്തോട് യേശു പറഞ്ഞു, ഇത് അവസാനിക്കുന്നു. ഇനി ഇതൊന്നുമില്ലാത്ത ഒരു രാജ്യം സമാഗതമായിരിക്കുന്നു. ഇതുവരെ ജീവിച്ച രാജ്യത്തിൻ്റെ തനതു വിശേഷങ്ങളെല്ലാം ദാ ഇവിടെ തീരുന്നു. സ്വന്തം രാജ്യം നഷ്ടപ്പെട്ട് അന്യരാജ്യക്കാർക്ക് ചുങ്കം നൽകി ദരിദ്രരായ ജനത്തിന്റെ മുന്നിൽ ഒരു പുതിയ രാജ്യത്തിന്റെ പ്രഖ്യാപനം അവരെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്നതായിരുന്നു. പ്രവാചക വചനങ്ങളിൽ ആശ്രയം കണ്ടെത്തി ജീവിച്ചിരുന്ന ജനം ഏകദേശം 400 വർഷക്കാലത്തെ പ്രവാചക വചന വരൾച്ചയ്ക്ക് ശേഷം മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ചങ്കു പൊളിക്കുന്ന മാനസാന്തര ആഹ്വാനത്തിൽ വിറങ്ങലിച്ച ജനത്തിന് മനം തണുപ്പിക്കുന്ന രാജ്യപ്രഖ്യാപനം തികച്ചും ആശ്വാസജനകമായിരുന്നു. അവർ അതുവരെ ഒരു പ്രവാചകരിൽ നിന്നും ശ്രവിക്കാത്ത ദൈവരാജ്യത്തിന്റെ പ്രഘോഷണവും രാജ്യത്തിന്റെ അടയാളങ്ങളും അവരെ അവനിലേക്ക് ആകർഷിച്ചു. ആയിരങ്ങൾ അവന്റെ ചുറ്റും കൂടി. അവൻ പ്രഘോഷിച്ച രാജ്യത്തിന്റെ സമൃദ്ധിയും അവൻ പ്രവർത്തിച്ച രാജ്യത്തിന്റെ അടയാളങ്ങളും കണ്ടു നിന്നവർക്ക് അത്ഭുതമായി ഭവിച്ചു. അവന്റെ ആശ്ചര്യപ്പെടുത്തുന്ന വചനങ്ങൾ കേട്ട് അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 7:46 എന്ന് ചിലരൊക്കെ വിളിച്ചു പറഞ്ഞു. അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ടവർ ഇതുപോലൊന്നും ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 2:12 എന്നാൽ അവൻ പ്രഘോഷിച്ച രാജ്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കാനോ സർവരക്ഷ പ്രദാനം ചെയ്യുന്ന രാജ്യത്തിൽ പ്രവേശിക്കാനോ അവൻ ജീവിച്ച് പ്രഘോഷിച്ച കാലഘട്ടത്തിൽ ആർക്കും കഴിഞ്ഞില്ല. ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ നേരിട്ട് നൽകപ്പെട്ട ശിഷ്യഗണത്തിനും രാജ്യത്തിന്റെ രഹസ്യങ്ങൾ വ്യതിരിക്തമായി മനസ്സിലാക്കാൻ പരിശുദ്ധാത്മ ആഗമനം വരെ കാത്തിരിക്കേണ്ടി വന്നു. കാല സമയ ബന്ധിതമായ സർവ്വതും അവസാനിച്ചു.
ഇനി ലോകസംബന്ധമായ ജീവനെയും മരണത്തെയും പരാജയപ്പെടുത്തി വിജയം വരിച്ച ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. അവനും സമയകാല ബന്ധനങ്ങളിൽ നിന്നും മോചിതനാവുന്നു. അവനിൽ സ്നാനം സ്വീകരിച്ചതോടെ അനുദപിച്ച് പാപമോചനം നേടി വീണ്ടും ജനനം സ്വായത്തമാക്കിയവർ അവനെ ധരിച്ചിരിക്കുന്നു. ഇനി ലോകത്തെ ഭയപ്പെടേണ്ടതില്ല, മരണത്തെ ഭയപ്പെടേണ്ടതില്ല. കാരണം നിത്യജീവന്റെ വചനങ്ങൾ അവന്റെ പക്കലാണല്ലോ. യോഹന്നാൻ 6:68. കാരണം അവിടുന്ന് പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുതുവർഷത്തിൽ നമുക്കും പുതുക്കപ്പെടാൻ ഒരുങ്ങാം. ക്രിസ്തുവിലൂടെ ദൈവം ഭൂമിയിൽ സംസ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവരാജ്യത്തിന്റെ അംഗങ്ങൾ ആയിത്തീരുവാൻ ഒരു പുതുക്കപ്പെടൽ അനിവാര്യമാണ്. അവിടുന്ന് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10:15 തിരുവചനം. 2026 നമുക്ക് അനുഗ്രഹത്തിന്റെ വർഷമായി തീരട്ടെ. ജാഗ്രതയോടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ദൈവരാജ്യത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നല്ല മക്കളായി തീരാൻ നമുക്ക് പരിശ്രമിക്കാം. നിയമജ്ഞനോട് ഈശോ പറഞ്ഞ വചനം ഇത്തരുണത്തിൽ നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങട്ടെ. നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 12:34 തിരുവചനം. പക്ഷേ നീ ദൈവരാജ്യത്തിന്റെ അകത്തും എത്തിയിട്ടില്ല എന്നൊരു വ്യംഗ്യാർത്ഥവും ഇവിടെ മുഴങ്ങുന്നുണ്ട്. അടുത്തു സഞ്ചരിച്ചാൽ പോരാ, പ്രത്യുത അകത്ത് തന്നെ ഉണ്ടാകണം. പുതുവർഷത്തിൽ പുതുക്കപ്പെടൽ അനിവാര്യം. അഡ്വക്കേറ്റ് ഷൈനി അലക്സിന്റെ ഉടമ്പടിയുടെ ദൈവം എന്ന ലേഖനമാണ് അടുത്തത്. നോഹയോടും അബ്രഹാമിനോടും മോശയോടും പ്രവാചകന്മാരോടും ദൈവം ചെയ്ത ഉടമ്പടി ബന്ധങ്ങൾ ദൈവിക വെളിപ്പെടുത്തലിന്റെ ഹൃദയത്തെ തന്നെ വെളിപ്പെടുത്തുന്നു. തൻ്റെ ജനങ്ങളോട് ഉറച്ച സ്നേഹത്താൽ സ്വമേധയാ തന്നെ ബന്ധിതനാകുന്ന ദൈവത്തിന്റെ ഉടമ്പടി ഒരു കരാർ മാത്രമല്ല, അത് ദൈവത്തിന്റെ സ്വയം ദാനമാണ്. മനുഷ്യൻ തളരുമ്പോഴും അവിശ്വസ്തനാകുമ്പോഴും മനുഷ്യനോട് വിശ്വസ്തനായി നിലകൊള്ളാനുള്ള അവന്റെ നിബന്ധനകളില്ലാത്ത പ്രതിജ്ഞാബദ്ധത. രക്ഷാചരിത്രത്തിലുടനീളം മനുഷ്യഭാഗം പലപ്പോഴും പരാജയപ്പെട്ടുവെങ്കിലും ദൈവം തൻ്റെ ഹെസദ്, അവൻ്റെ സ്നേഹപൂർണമായ കരുണയും അചഞ്ചലമായ സ്നേഹവും കൊണ്ട് തൻ്റെ വിശ്വസ്തത ഒരിക്കലും പിൻവലിച്ചിട്ടില്ല. ഉടമ്പടിയിൽ അടിയുറച്ച, ഒരിക്കലും അവസാനിക്കാത്ത ദൈവസ്നേഹത്തിനെയാണ് ഹെസദ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ നിത്യ ഉടമ്പടിയുടെ രഹസ്യം ഇതാണ്. മനുഷ്യന്റെ ദൗർബല്യത്തെക്കാൾ ശക്തമായ സ്നേഹം, മനുഷ്യന്റെ പരാജയത്തെക്കാൾ ആഴമുള്ള വിശ്വസ്തത. ഇതേ ദൈവിക മാതൃകയിൽ ഞങ്ങളുടെ കുടുംബത്തിനായുള്ള ദൈവത്തിൻ്റെ വിളിയും അബ്രഹാമിൻ്റെയും മോശയുടെയും പ്രത്യേക ദൈവവിളികളോട് സാമ്യമുള്ളതാണ്. അബ്രഹാമിനെ പോലെ പരിചിതമായതിൽ നിന്ന് അജ്ഞാതമായവയിലേക്ക് കടക്കാൻ, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലും സാന്നിധ്യത്തിലും മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളും ക്ഷണിക്കപ്പെട്ടു. മോശയെപ്പോലെ ഞങ്ങളുടെ കഴിവുകൾ കൊണ്ടല്ല, ദൈവത്തിൻ്റെ ഉദ്ദേശത്താലാണ് ഞങ്ങളെ വിളിച്ചത്. പ്രാർത്ഥനയുടെയും കരുണയുടെയും സുവിശേഷ പ്രഘോഷണത്തിൻ്റെയും ദൗത്യത്തിലൂടെ അവൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്താൻ. സാന്ത്വന കമ്മ്യൂണിറ്റിയിലേക്കുള്ള ഞങ്ങളുടെ വിളി യാദൃശ്ചികമായിരുന്നില്ല, വ്യക്തിപരമായ ഒരു ഉടമ്പടി വിളിയായിരുന്നു അത്. ഞങ്ങളെ ദൈവം തൻ്റെ രക്ഷാ പദ്ധതിയിലേക്ക് ആകർഷിക്കുകയും തൻ്റെ ദൗത്യത്തിൽ പ്രത്യേകമായ പങ്കാളിത്തം ഞങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്ത ഒരു നിമിഷം. കഴിഞ്ഞ 24 വർഷങ്ങളെ പിന്നോട്ട് നോക്കുമ്പോഴും ഇപ്പോൾ ഞങ്ങളുടെ മിഷണറി പ്രതിബദ്ധതയുടെ 25ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും ദൈവത്തിൻ്റെ ഉടമ്പടി സ്നേഹം ഞങ്ങളെ എങ്ങനെ താങ്ങി നിർത്തിയെന്നും രൂപപ്പെടുത്തി വളർത്തിയെന്നും മുന്നോട്ട് കൊണ്ടുപോയെന്നും വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. ഞങ്ങളുടെ ഭവനത്തിൽ ദിവ്യകാരുണ്യമായ കർത്താവിൻ്റെ സാന്നിധ്യം വഴി ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹം ഞങ്ങളുടെ യോഗ്യതയ്ക്കുള്ള പ്രതിഫലമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും ഒരു കൗദാശിക അടയാളമാണ്. ദിവ്യകാരുണ്യം ക്രിസ്തുവിൻ്റെ രക്തത്താൽ മുദ്ര ചെയ്യപ്പെട്ട പുതിയ ഉടമ്പടിയാണ്. ദൈവം തന്നെയാണ് ഞങ്ങളുടെ ദൗത്യത്തിൻ്റെ ശക്തിയും കേന്ദ്രവും ശക്തിയുടെ ഉറവിടവും എന്ന് ദിവസേനയുള്ള ഓർമ്മപ്പെടുത്തലാണ് ഞങ്ങളുടെ ഇടയിലുള്ള അവൻ്റെ യഥാർത്ഥ സാന്നിധ്യം. ഞങ്ങളുടെ ദൗർബല്യങ്ങളുടെയും പരിമിതികളുടെയും അവിശ്വസ്തതയുടെയും നിമിഷങ്ങളിൽ പോലും ദൈവം വിശ്വസ്തനായി തുടരുകയായിരുന്നു. അവൻ്റെ വിശ്വസ്തത ഞങ്ങളുടെ യോഗ്യതയെ ആശ്രയിച്ചല്ല, മറിച്ച് അവൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്തിലാണ് അടിസ്ഥാനമിട്ടിരിക്കുന്നത്. അനിശ്ചിതത്വങ്ങൾക്കിടയിൽ അബ്രഹാമിനോടൊപ്പവും ഭയവും എതിർപ്പും നേരിട്ടപ്പോൾ മോശയോടൊപ്പവും കൂടെയുണ്ടായിരുന്നതുപോലെ അവൻ ഞങ്ങളുടെ കൂടെയുമുണ്ട്, നയിച്ച് ശുദ്ധീകരിച്ച് താങ്ങി നിർത്തിക്കൊണ്ട് ശക്തിപ്പെടുത്തിക്കൊണ്ട്. ദിവ്യകാരുണ്യമായ അവൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ വിളിയെ നിരന്തരം പുതുക്കുകയും സമർപ്പണവും ഐക്യവും ദൗത്യവും അടയാളപ്പെടുത്തുന്ന സ്നേഹത്തിൻ്റെ പാത എന്ന ആത്മീയതയിൽ നടക്കാൻ ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യുന്നു. അതിനാൽ ഞങ്ങളുടെ കഥ ഞങ്ങളുടേത് മാത്രമല്ല, ദൈവത്തിൻ്റെ മഹത്തായ ഉടമ്പടികളുടെ തുടർച്ചയാണ് അത്.
വിളിക്കുന്ന ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ അവസാനം വരെ വിശ്വസ്തനായി നിലകൊള്ളുന്ന ദൈവത്തിൻ്റെ കഥയല്ല യാഥാർത്ഥ്യം. പതിവ് പോലെ വായനക്കാരുടെ ഇടം നൽകിയിട്ടുണ്ട്. മിസ്സി വൈബ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ക്രിയാത്മക നിർദ്ദേശങ്ങളും വിമർശനങ്ങളും സന്തോഷവും പങ്കുവയ്ക്കാൻ അവസരമാണിത്. നിങ്ങളെ കേൾക്കാൻ മിസ്സി ടീം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രതികരണങ്ങൾ താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് അയക്കുമല്ലോ. അടുത്തു വരുന്ന ലക്കങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഏതാനും പ്രതികരണങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. missyourvibes@gmail.com. മിസ്സിയോ ഭവന പണിയുമായി ബന്ധപ്പെട്ട കടബാധ്യതകൾ നിലനിൽക്കുമ്പോഴും കഴിഞ്ഞ 2.5 വർഷക്കാലം കൊണ്ട് 56 ലക്ഷത്തിലേറെ രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ മിസ്സിയോ കുടുംബത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കറുകുറ്റിയിൽ നിഷ യേശുരാജ് ദമ്പതിമാർക്ക് വേണ്ടിയുള്ള ഭവന നിർമ്മാണം പൂർത്തിയായി. ഒക്ടോബർ 20 ഭവനത്തിൻ്റെ വെഞ്ചിരിപ്പ് നടത്തപ്പെട്ടു. മിസ്സിയോയിലൂടെ ദൈവം നടത്തുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങാകാൻ ആഗ്രഹിക്കുന്നവർക്ക് താഴെ അക്കൗണ്ട് നമ്പറും മറ്റ് വിശദ വിവരങ്ങളും നൽകിയിട്ടുണ്ട്. ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കുമല്ലോ. നിങ്ങളുടെ ദശാംശം താഴെ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ച് ഒരു സ്ക്രീൻഷോട്ട് ഉത്തരവാദിത്തപ്പെട്ട ആർക്കെങ്കിലും അയച്ചു നൽകണമെന്ന് അപേക്ഷിക്കുന്നു. മിസ്സിയോ വൈബ്സ് എന്ന മിസ്സിയോ ടീമിൻ്റെ മുഖപത്രത്തിൻ്റെ വായന ഇവിടെ അവസാനിക്കുകയാണ്. സഹകരിക്കുന്നവർക്കും പ്രാർത്ഥനയിൽ ഓർക്കുന്നവർക്കും ഇത് വായിക്കുന്നവർക്കും ഏറെ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.